ദേവാസുരം ഇത്രയും വലിയൊരു സ്കെയിലിൽ നിങ്ങൾ 3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വെച്ച് അത് എങ്ങനെയായിരുന്നു ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്? അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതിപ്പോൾ എനിക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് എൻ്റെ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നൊരു കാര്യം പറയാം. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ക്ലൈമാക്സും അതിൻ്റെ തുടക്കം, സിനിമയുടെ തുടക്കം രണ്ടും ഒരു ഉത്സവമാണ്. രണ്ടും ഷൂട്ട് ചെയ്തത് പരിയാനം പറ്റാന്ന് പറയുന്നൊരു അമ്പലത്തിലാണ്. അത് ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ പോസ്റ്ററൊക്കെ അടിച്ചു, അനൗൺസ്മെൻറ്റ് ചെയ്തു, ഇങ്ങനെ ഷൂട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ അത്രയും സംഘടിപ്പിക്കാൻ പറ്റില്ല, വലിയ ക്രൗഡ് വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളന്ന് ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോകാൻ പറ്റില്ല, അത്രയും ജനക്കൂട്ടമാണ്, ജനപ്രളയമാണ്. അത്രയും ആളുകളാണ് ആ സ്ഥലത്ത് ഷൂട്ടിന് വന്നിരിക്കുന്നത്. ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട് വെച്ചാൽ അവർ ഞങ്ങൾക്ക് വേണം, ഷൂട്ടിന് ശരിക്കും അവരെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റൂ. ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ അവിടെ ഒരു ആർട്ടിസ്റ്റ് പോയി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ലാലേട്ടനൊക്കെ വന്നിട്ട് കാറിൽ വന്നിറങ്ങിയിട്ട് ലാലേട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കാര്യം വെച്ചാൽ അത്ര ആൾക്കൂട്ടം വന്ന് പൊതിയാണ്. അത്രയും പോലീസ് കൺട്രോൾ ചെയ്യണ പോലീസുകാർ വേണമെങ്കിൽ ഒരു 10,000 പോലീസുകാരെങ്കിലും വേണം. അപ്പോൾ പോലീസൊന്നുമില്ല. അതുപോലെ അപ്പോൾ ലാലേട്ടനെ ഇറക്കി ഇങ്ങനെ ഒരു അകത്തേക്ക് കൊണ്ടുവരുന്നു. ഞാൻ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റാണ്, കോസ്റ്റ്യൂം നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങളായിട്ട് ഇത്രയും ആൾക്കാർക്ക് കോസ്റ്റ്യൂം കൊടുക്കണം, ജൂനിയർ ആർട്ടിസ്റ്റ് കോസ്റ്റ്യൂം കൊടുക്കണം, ചെണ്ടക്കാരുണ്ട്, ആനക്കാരുണ്ട്, മറ്റു വെളിച്ചപ്പാടുണ്ട്, പിന്നെ ആർട്ടിസ്റ്റുകൾ ഇത്രയും വേണ്ട, ഇവരെല്ലാം കോസ്റ്റ്യൂം കൊടുക്കണം, റെഡിയാക്കണം. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശശിയേട്ടനാണ് ഈ ചെണ്ടക്കാരെ പിടിച്ച് സ്പോട്ടിൽ നിർത്തുന്നത്, 3 ക്യാമറ സെറ്റ് ചെയ്യുന്നു, മറ്റേ ആനയെ പിടിച്ച് നിർത്തുന്നത് ഷാജു ഉണ്ട്, കൂടെ ശശിയേട്ടനുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നാണെങ്കിൽ ഒരു 10-15 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചെയ്യേണ്ട ജോലിയാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അന്ന് സംഭവിച്ചത്, എങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് എന്നുള്ളത് ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് പിടികിട്ടാത്ത ഒരു ചോദ്യമാണ്. ഇപ്പോൾ ദേവാസുരം കഴിഞ്ഞിട്ട് അതിൻ്റെ സീക്വൽ വന്നപ്പോൾ രാവണപ്രഭുവിലേക്ക് വന്നപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ രാവണപ്രഭു രഞ്ജിത്ത് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു എൻറ്റയർലി പാറ്റേൺ മാറി, കുറച്ചുകൂടെ അതിൻ്റെ സ്വഭാവം മാറിയെങ്കിലും അത് ദേവാസുരത്തിനോട് ഏറ്റവും നീതി പുലർത്തുന്ന ഒരു സിനിമയുടെ നീതി പുലർത്തുന്ന സീക്വലായി വരികയും ചെയ്തു. ആ ഒരു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് രഞ്ജിയും ഞാനുമായിട്ട് ഒരു നല്ല പേഴ്സണലായിട്ട് നല്ല അടുപ്പുണ്ട്, ബന്ധമുണ്ട്. അത് ഞാൻ ആദ്യം ശശിയേട്ടൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ ഷാജി കലാസിൻ്റെ സിനിമകൾ വർക്ക് ചെയ്തു, 6 നമ്പൂരാൻ നരസിംഹമൊക്കെ വർക്ക് ചെയ്തു. എൻ്റെ റൈറ്റർ രഞ്ജിയായിരുന്നു. അങ്ങനെയാണ് രഞ്ജി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. രഞ്ജി പറഞ്ഞാൽ രഞ്ജിയുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ രഞ്ജിയുടെ മനസ്സിൽ സിനിമ ഉള്ളതുകൊണ്ടും രഞ്ജി ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ രഞ്ജിയുടെ മനസ്സിൽ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടും രഞ്ജിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. രഞ്ജി തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ശശിയേട്ടൻ ഷൂട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല. ശശിയേട്ടൻ ഈ പറഞ്ഞ പോലെ ശശിയേട്ടൻ്റെ ആ സ്പീഡോ ശശിയേട്ടൻ്റെ ഒരു വേറെ ആർക്കും കിട്ടില്ല, ഒരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ദേവാസുരത്തിൻ്റെയും രാവണപ്രഭുവിൻ്റെയും റൈറ്റർ രഞ്ജിത്ത് തന്നെ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടറാണ് കൂടെ ഉള്ളത്. ആ സിനിമ വളരെ രസകരമായിട്ട് വളരെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ദേവാസുരം ഷൂട്ട് ചെയ്ത പോലെയല്ല, അത്രയും സ്ട്രെയിൻ ഉണ്ടെങ്കിൽ പോലും അത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ സിനിമ ഷൂട്ട് ചെയ്തത്. ഇതിൽ ഡബിൾ റോളാണല്ലോ ലാലേട്ടൻ. അപ്പം ആ ഒരു ഇതെങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ലാലേട്ടൻ ഡബിൾ റോൾ വരുന്നു, അച്ഛനായും മകനായും വരുന്നു, 2 രൂപത്തിലൊക്കെ വരുന്ന ആ ഒരു. അതെ, അതും രസമുള്ളൊരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അന്ന് ഈ പറഞ്ഞ പോലെ ഡബിൾ റോൾ വളരെ കുറവാണ്, അധികം സിനിമകൾ വന്നിട്ടില്ല. എന്ന് മാത്രമല്ല ഇപ്പം ഇതുപോലത്തെ ഗ്രാഫിക്സ് ഒന്നും വന്നു, ഇത്രയും ഗ്രാഫിക്സ് സാധിക്കുന്ന കാര്യമില്ല. അന്ന് ഡബിൾ റോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വേറെ ഒരാളെ ഡ്യൂപ്പിനെ വെച്ചിട്ട് ചെയ്ത് പിന്നെ ഒറിജിനൽ ആളെ വെച്ച് ചെയ്തിട്ട് പിന്നെ മാച്ച് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് വളരെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡബിൾ റോളെല്ലാം. ഓരോ സീൻസും ഒന്ന് പ്ലാൻ ചെയ്ത് നേരത്തെ പക്ഷേ സാധാരണഗതിക്ക് ഫുൾ സ്ക്രിപ്റ്റ് രഞ്ജിത്താണ് കിട്ടാറില്ല. രഞ്ജി ഷൂട്ട് അപ്പോഴപ്പോഴ സീൻ എഴുതുന്ന ആളാണ് പൊതുവേ. പക്ഷേ ഈ സിനിമയ്ക്ക് ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് നേരത്തെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റി. വ്യക്തമായിട്ട് ഓരോ സീനും ഓരോ ഷോട്ടും പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്.